ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്ത് എത്തും. പുത്തരിക്കണ്ടം മൈതാനിയിൽ 2 വ്യത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ബിജെപി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തുടർന്ന് പങ്കെടുക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടത്തും. തിരുവനന്തപുരം ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിലെ CSIR NIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ശ്രീ മോദിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സംസ്ഥാന നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ശബരിമല വിഷയം നേരിട്ട് സഭയിൽ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഒരു നോട്ടീസ് പോലും നൽകാതെ പ്രതിഷേധിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ ആവശ്യപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിച്ചില്ലെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം എന്തുകൊണ്ട് മിണ്ടുന്നില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി സഭയിൽ ചോദിച്ചു. ബാബു M പാലിശ്ശേരി, MR രഘുചന്ദ്രപാൽ, KK നാരായണൻ, P മാത്യു, VK ഇബ്രാഹിംകുഞ്ഞ്, തോമസ് കുതിരവട്ടം എന്നിവർക്ക് ചരമോപചാരം അർപ്പിച്ചായിരുന്നു സഭ രാവിലെ ആരംഭിച്ചത്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 3ാം ദിവസം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയം TP രാമകൃഷ്ണൻ അവതരിപ്പിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ പ്രസംഗം അവതരിപ്പിച്ചതെന്ന് TP രാമകൃഷ്ണൻ സഭയിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടി മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ നിലപാടെടുത്തത്. അതിനെ അഭിനന്ദിക്കുന്നതായും ശ്രീ TP രാമകൃഷ്ണൻ പറഞ്ഞു. നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച തുടരുമെന്ന് സ്പീക്കർ അറിയിച്ചു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ജനുവരി 26-ന് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ത്തോളം പ്രത്യേക അതിഥികളെയാണ് ഇക്കുറി ക്ഷണിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളാകും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികമാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നാളെ നടക്കും. ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടക്കുന്നതിനാൽ രാജ്യതലസ്ഥാനത്ത് ഇന്ന് വിവിധ ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിജയ് ചൌക്കിൽ വൈകുന്നേരം 4 മുതൽ 6:30 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. റെയ്സിന റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന വയനാട് ജില്ലയിലെ പട്ടികവർഗ്ഗ പ്രതിനിധികൾക്ക് മന്ത്രി OR കേളു യാത്രയയപ്പ് നൽകി. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ കാട്ടുനായ്ക്ക വിഭാഗക്കാരായ വിനോദ്, ഭാര്യ രാധ എന്നിവരാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ 6ാം വളവിൽ മുറിച്ചിട്ട മരങ്ങൾ മാറ്റുന്നതിന്റെയും റോഡ് അറ്റകുറ്റപ്പണികളുടെയും ഭാഗമായി ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. യാത്രക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരമുള്ള വാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ പോകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. മഹാമാഘ മഹോത്സവം നടക്കുന്ന തിരുനാവായ ഭാരതപ്പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിന്റെ ബലപരിശോധന നടത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ്, ജില്ലാ പോലീസ് മേധാവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തിയത്. പാലം ബലപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥ സംഘം സംഘാടകരെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന് മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നാളെ വരെ അറിയിക്കാം. സാങ്കേതിക വിദ്യയെ കാര്യക്ഷമമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തിയതിനുള്ള 2026-ലെ മികച്ച ഇലക്ഷൻ ജില്ലയ്ക്കുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവാർഡ് കാസർഗോഡ് ജില്ലയ്ക്ക് ഈ മാസം 25-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 9ാം പതിപ്പിന് കോഴിക്കോട് ബീച്ചിൽ ഇന്ന് തുടക്കം. 8 വേദികളിലായി നടക്കുന്ന സാഹിത്യോത്സവം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യോത്സവം ഈ മാസം 25-ന് സമാപിക്കും. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കും. കേസിൽ അമ്മ ശരണ്യ വത്സരാജ് കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. 2020 ഫെബ്രുവരി 17-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഇന്ത്യ ന്യൂസിലാന്റ് T20 പരമ്പരയിലെ 2ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഛത്തീസ്ഗഡിലെ നവ റായ്പൂരിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.